വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുള്ള കോഴിക്കോട് UDF മേയർ സ്ഥാനാർത്ഥി VM വിനുവിന്റെ ഹർജി ഹൈക്കോടതി തള്ളി. സെലിബ്രിറ്റിക്ക് പ്രത്യേക പരിഗണന നൽകാൻ ആവില്ലെന്ന് കോടതി. ഷബ്നയുണ്ട്. ഷബ്ന, എന്തെല്ലാമാണ് കോടതി പറഞ്ഞിരിക്കുന്നത്? സംഗീത VM വിനു കോടതിയെ സമീപിച്ച് സ്ഥാനാർത്ഥിയാകാൻ അനുവദിക്കണം എന്നാവശ്യപ്പെട്ടായിരുന്നു. വോട്ടർ പട്ടികയിൽ പേരില്ല എന്ന തർക്കത്തെ തുടർന്നായിരുന്നു ഇത്തരത്തിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും അതോടൊപ്പം തന്നെ തുടർ നടപടികളും വലിയ വിവാദത്തിലേക്ക് തെളിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് VM വിനു കോടതിയെ സമീപിക്കുന്നത്. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണനാണ് ഹർജി ഇന്നിപ്പോൾ പരിഗണിച്ചത്. കോടതി വ്യക്തമാക്കിയത് ഒരു സെലിബ്രിറ്റി ആണ് എന്നതുകൊണ്ട് മാത്രം പ്രത്യേകമായ ഒരു പരിഗണന നൽകാനാവില്ല. മുൻപ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ുള്ള വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്നില്ല എന്ന വാദം ഉന്നയിച്ചിരുന്നു. അത് പരിശോധിച്ചാണ് മുൻപ് പേരില്ലാത്ത ഒരാളെ അല്ലെങ്കിൽ ഇത്തവണയും വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ഒരാളെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുക എന്നത് നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ നിയമപരമായ രീതിയിൽ അതിനവസരം നൽകാൻ പറ്റില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് തന്നെയാണ് ഇപ്പോൾ കോടതി ഈ ഹർജി തള്ളിയിട്ടുള്ളത്. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ കനത്ത തിരിച്ചടി തന്നെയാണ്. കാരണം ഈ സ്ഥാനാർത്ഥിയെ കോഴിക്കോട് മത്സരിപ്പിക്കുക എന്ന് നേരത്തെ പ്രഖ്യാപിക്കുകയും പിന്നീട് ഇപ്പോൾ മറ്റൊരാളെ സ്ഥാനാർത്ഥിയാക്കും എന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുകയായിരുന്നു. ഇതിനിടെയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ അനുകൂലമായൊരു ഉത്തരവ് ലഭിക്കുകയാണെങ്കിൽ ആ രീതിയിൽ സ്ഥാനാർത്ഥിത്വവുമായി മുന്നോട്ട് പോകാം എന്നതായിരുന്നു പ്രതീക്ഷ. ഏതായാലും കോടതി ഇതിന് അനുമതി നൽകിയിട്ടില്ല. കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇത്തരം ഒരു വോട്ടർ പട്ടികയിൽ പേരില്ലാത്തയാൾക്ക് മത്സരിക്കാൻ പറ്റില്ല എന്നതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള മത്സരിക്കണമെങ്കിൽ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് നമ്മളുടെ കോർപ്പറേഷൻ അല്ലെങ്കിൽ പഞ്ചായത്ത് അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ വോട്ടർ ആയിരിക്കണം എന്നതാണ് ബേസിക് ആയിട്ടുള്ള യോഗ്യത അല്ലെങ്കിൽ അത്തരത്തിലാണ് നിയമം പറയുന്നത്. അതേസമയം നിയമസഭയിൽ കേരളത്തിൽ എവിടെയെങ്കിലും ലോക്സഭയിലാണെങ്കിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും വോട്ടവകാശം ഉണ്ടായാൽ മതി. പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാകുമ്പോൾ നമ്മളുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ നമ്മളുടെ കോർപ്പറേഷൻ നമ്മളുടെ മുനിസിപ്പാലിറ്റിയിൽ എവിടെയെങ്കിലും വോട്ടർ ആയിരിക്കണം. എന്നാൽ ഇത്തരത്തിൽ വോട്ടില്ലാത്ത ഒരാളെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുക എന്നത് നിയമവിരുദ്ധമാണ്. ഇത് ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ കോടതി ഏതായാലും ഹർജി തള്ളിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം തിരുവനന്തപുരത്തെ വൈഷ്ണയുടെ കേസിൽ കോടതി അനുകൂലമായ അല്ലെങ്കിൽ പോസിറ്റീവായ ചില നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഈ കേസ് വരുമ്പോൾ വോട്ടർ പട്ടികയിലെ പേരില്ലാത്ത ഒരാളുടെ മത്സരം എന്നത് സംബന്ധിച്ച് അത് നിയമവിരുദ്ധമാണ് എന്ന് കണ്ടു തന്നെയാണ് കോടതി ഹർജി ഉടൻ തള്ളുകയും ചെയ്തിട്ടുള്ളത്. ഷബ്ന, ഇക്കാര്യങ്ങളിൽ എന്താണെങ്കിലും പ്ലാൻ ബിയും കൂടി കോൺഗ്രസ് നോക്കി വെക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള തിരിച്ചടി ലഭിക്കുമായിരിക്കുമെന്നുള്ള സൂചനകൾ കോൺഗ്രസിന് മുമ്പേ തന്നെ ഉണ്ട്. ആ നിലയ്ക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് നിയമപരമായി യാതൊരുവിധ സാധ്യതയും ഇക്കാര്യത്തിൽ ഇല്ല എന്ന് അനുമാനിക്കണോ? തീർച്ചയായും. കാരണം ഹൈക്കോടതി ഇനിയിപ്പോൾ ഈ ഹർജി തള്ളിയിരിക്കുന്നു. ഇനി നിയമപരമായ ഒരു രീതി എന്നത് ഇതിൽ അപ്പീൽ സമർപ്പിക്കുക എന്നതാണ്. പക്ഷേ അത്തരത്തിൽ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി കഴിയുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസ് മറ്റൊരു സ്ഥാനാർത്ഥിയെ സംഗീത സൂചിപ്പിച്ചതുപോലെ ഒരു പ്ലാൻ ബി ഏകദേശം കണ്ടു കഴിഞ്ഞു. ആ ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ഇതിൽ അപ്പീലുമായി അല്ലെങ്കിൽ ഇതിൽ ബിനുവിൻ്റെ കാര്യത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്ന് അതിനുള്ളൊരു സാധ്യത കുറവാണ്. കാരണം ഈ ബിനുവിൻ്റെ കേസിൽ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ഒരാളെ മത്സരിപ്പിക്കണം എന്ന് പറയുന്നത് പ്രാഥമികമായി തന്നെ അല്ലെങ്കിൽ പ്രഥമ ദൃഷ്ട്യാ തന്നെ അത് നിയമവിരുദ്ധമായ നടപടിയായി കാണുകയും കോടതി ഉടൻ തന്നെ ഇന്നിപ്പോൾ ഈ ഹർജി ഫയൽ ചെയ്യുകയും ഉടൻ തന്നെ ഇത് അടിയന്തരമായി പരിഗണിക്കണം എന്നാവശ്യപ്പെടുകയും ടുഡേ ആയി ലിസ്റ്റ് ചെയ്ത് കോടതി ആ ഹർജി എടുക്കുകയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്ന് ഇത്തരത്തിലൊരു തിരിച്ചടിയിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ ഒരു അപ്പീലുമായി പോകാനുള്ള സാധ്യത കുറവാണ്. ഏതായാലും കോൺഗ്രസ് മറ്റൊരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുക എന്നത് തന്നെയായിരിക്കും ഇനിയുള്ള ഒരു തീരുമാനം എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കാൻ കഴിയുന്നത്. തീർച്ചയായും ഷബ്ന, ഈ വൈഷ്ണയുടെ കാര്യത്തിൽ ഉണ്ടായ ഒരു പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു. ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുള്ള പരാമർശങ്ങളൊക്കെ വലിയ രീതിയിൽ ആത്മവിശ്വാസം നൽകിയതാണ്. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ മറ്റൊരു തലത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ പൊതുസമൂഹം ഇക്കാര്യങ്ങളെ മനസ്സിലാക്കുമ്പോൾ ഏത് തരത്തിൽ മനസ്സിലാക്കണം? രണ്ട് സ്ഥാനാർത്ഥികളും നേരിട്ടിരിക്കുന്ന പ്രശ്നങ്ങളെ ഏത് തരത്തിലാണ് ഹൈക്കോടതി കൈകാര്യം ചെയ്തിട്ടുള്ളതെന്ന്? അത് സംഗീത ഈ വൈഷ്ണയുടെ കേസിൽ എന്ന് പറഞ്ഞാൽ വോട്ടർ പട്ടികയിൽ പേരുണ്ട്, വേറെ അഡ്രസ്സിലാണ് എന്നതായിരുന്നു സാങ്കേതികമായ ചില പ്രശ്നങ്ങളായിരുന്നു കോടതി ചൂണ്ടിക്കാണിച്ചത്. അതോടൊപ്പം തന്നെ ഈ വോട്ടർ പട്ടിക സംബന്ധിച്ചുള്ള തർക്കത്തിൽ നേരത്തെ വൈഷ്ണ പരാതി നൽകിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് കോടതി ഒരു ചെറിയ പെൺകുട്ടി മത്സരത്തിനിറങ്ങുമ്പോൾ സാങ്കേതികമായ കാര്യങ്ങൾ പറഞ്ഞ് അതിന് തടസ്സം സൃഷ്ടിക്കരുത് തുടങ്ങിയ പരാമർശങ്ങൾ നടത്തുകയും കളക്ടറോട് അത് ഹിയറിങ്ങിന് വിളിപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ഇപ്പോഴുള്ള
ഇപ്പോഴുണ്ടായ ഈ ഹർജി, അതായത് ബിനുവിൻ്റെ കേസിലേക്ക് വരുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കാനുള്ള അടിസ്ഥാന യോഗ്യതയായ വോട്ടർ പട്ടികയിൽ പേരുണ്ടാകുക എന്ന, അല്ലെങ്കിൽ ഒരു വോട്ടർ ആയിരിക്കുക എന്ന അടിസ്ഥാനമായ യോഗ്യത ഇല്ല എന്നാണ്. അതുകൊണ്ട് തന്നെ അതിൽ പിന്നീട് മറ്റൊരു പോസിറ്റീവായി കോടതിക്ക് കാണാനോ, നിയമത്തിൻ്റെ ഒരു, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രഥമ ദൃഷ്ട്യാ തന്നെ നിയമത്തിൻ്റെ ഒരു ലംഘനമായി തന്നെ ചൂണ്ടിക്കാണിക്കുകയും ആ രീതിയിൽ കോടതി ഇത് കൈകാര്യം ചെയ്യുകയും ഹർജി തള്ളുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഷബ്ന, ഇതിലെ വാദങ്ങൾ നടന്നത് ഏത് തരത്തിലായിരുന്നു? ഏതൊക്കെ വാദങ്ങളാണ് വിനു പ്രധാനമായി ഉന്നയിച്ചത്? പൊതുസമൂഹത്തിലേക്ക് പറയുമ്പോൾ ഇക്കാര്യങ്ങൾ അദ്ദേഹം വോട്ട് ചെയ്തിരുന്നു അടക്കമുള്ള കാര്യങ്ങളെ ആവർത്തിച്ച് പറയുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഏത് തരത്തിലുള്ള വാദങ്ങളാണ് നടന്നിരുന്നത്? സംഗീത സൂചിപ്പിച്ചതുപോലെ തന്നെ താൻ നേരത്തെ വോട്ട് ചെയ്തതാണ് എന്ന വാദം ഉന്നയിച്ചിരുന്നു. പക്ഷേ വോട്ടർ പട്ടികയിൽ പേരില്ല എന്നത് വസ്തുത തന്നെയാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ കോടതി പരിശോധിക്കുകയും ചെയ്തു. ഏതെങ്കിലും സെലിബ്രിറ്റികളാണ് അല്ലെങ്കിൽ ഇത്തരത്തിൽ ആ രീതിയിൽ വോട്ട് ചെയ്ത ആളാണ് എന്ന് കോടതിക്ക് മുന്നിൽ പ്രൂവ് ചെയ്യാതെ അത്തരത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഈ രീതിയിൽ നിയമപരമായ ഒരു അംഗീകാരം നൽകാൻ കഴിയില്ല എന്ന നിലപാട് തന്നെയായിരുന്നു ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ സ്വീകരിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അത്തരം ഒരു പരിഗണന നൽകാൻ പറ്റില്ല, വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്തയാൾക്ക് മത്സരിക്കാൻ പറ്റില്ല എന്ന നിയമം നിലനിൽക്കെ ഈ രീതിയിൽ ഇദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ പറ്റില്ല എന്ന് കോടതി നിലപാടെടുത്തത്. തീർച്ചയായും ഷബ്ന, വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് വിനുവിന് നേരിട്ടിരിക്കുന്നത്. അതിലൂടെ ഏറ്റവും വലിയ രീതിയിൽ കോഴിക്കോട് UDF മേയർ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്നതാണ് ഈ വിനുവിനെ. ആ രീതിയിൽ തോക്കുമ്പോൾ വലിയ തിരിച്ചടിയാണ് കോൺഗ്രസിനും ഇക്കാര്യത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഷബ്നയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.